ഹായ് ഫ്രണ്ട്സ്, ഐ എം സാഹിർ. എഡ്യൂർ ലേണിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ വീഡിയോ പർട്ടിക്കുലർലി ഫസ്റ്റ് ഇയർ കോളേജിൽ പഠിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നവർക്കും അല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്ത് സെക്കൻഡ് സെമസ്റ്ററിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ്. ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ കോളേജിൻ്റെ സമയം എങ്ങനെയായിരുന്നു ചിന്തിക്കുകയായിരുന്നു. ഞാനും കോളേജിൽ ചേർന്നതിന് മുമ്പ് എനിക്ക് ഒരുപാട് ഉത്കണ്ഠകളുണ്ടായിരുന്നു. കോളേജിൽ റാഗിങ് ഉണ്ടാവുമോ, കോളേജിൽ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാകുമോ, കോളേജ് അടിച്ചുപൊളി എന്ന് പറഞ്ഞിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റുമോ, കോളേജ് സീനിയേഴ്സ് എങ്ങനെയായിരിക്കും, കോളേജ് ലൈഫ് എങ്ങനെയായിരിക്കും, അങ്ങനെ തുടങ്ങി ഒട്ടനവധി ചോദ്യങ്ങൾ എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ട്. പ്ലേസ്മെൻറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, കോളേജിൽ പഠിപ്പിക്കുന്നത് നമ്മൾ അക്കാഡമിക്സിന് എങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കണം, കോളേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലി ലഭിക്കുമോ, ഇൻറ്റേൺഷിപ്സ് കിട്ടുമോ, അല്ല കോളേജ് കഴിഞ്ഞ് ഹയർ സ്റ്റഡീസ് പോകണമോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. സോ ഈ വീഡിയോയിൽ ഞാൻ അത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഫസ്റ്റ് ഇയേഴ്സ് ആയിട്ടുള്ളവർ ഒരിക്കലും ഈ വീഡിയോ മിസ് ചെയ്ത് വെൽക്കം ടു ദ ന്യൂ വീഡിയോ ഓഫ് എഡ്യൂർ ലേണിംഗ്. സോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വീഡിയോയിൽ 3 കാര്യങ്ങളാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കോളേജിൽ കയറി പ്ലേസ്മെൻറ്റ്സിന് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഫസ്റ്റ് ഇയറിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ്. രണ്ടാമതായിട്ടുള്ളത്, നിങ്ങളുടെ അക്കാഡമിക്സിന് എങ്ങനെ നിങ്ങൾ സമയം ചെലവഴിക്കണം, അക്കാഡമിക്സിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ്. മൂന്നാമതായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അതിനെങ്ങനെ നിങ്ങൾ കാണണം എന്നുള്ളതാണ്. ബേസിക്കലി ഈ ഒരു വീഡിയോ ടെക്നോളജി ജോബ് നോക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടി കൺസിഡർ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് ഇയറിൽ തന്നെ നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ്സ് കോളേജ് കഴിഞ്ഞുകൊണ്ട് നേടണം എന്ന് ആഗ്രഹമുണ്ട്, ഡിഗ്രി കഴിഞ്ഞിട്ട് നേടണം എന്ന് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളേതെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ച് തുടങ്ങണം എന്നാണ്. കാരണം നമ്മളിപ്പോൾ മെറ്റാവേഴ്സിൻ്റെ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് അല്ലേ, അല്ലെങ്കിൽ അടുത്തൊരു 10 വർഷം കഴിയുമ്പോൾ മെറ്റാവേഴ്സിൻ്റെ ഒരു വിർച്വൽ വേൾഡിലായിരിക്കും നമ്മൾ ജീവിക്കുന്നത്. ആ കാലഘട്ടത്തിൽ 2 തരത്തിലുള്ള ജോബ് മാത്രമേ കാണൂ എന്നുള്ളതാണ് അനലിസ്റ്റ് പറയുന്നത്. ഒന്ന് ടെക്നോളജി ജോബ്സും, രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ടച്ച് എനേബിൾഡ് ആയിട്ടുള്ള ജോലികൾ, അതായത് സെയിൽസ്, ഡോക്ടർ, അങ്ങനെ തുടങ്ങിയ ഹ്യൂമൻ ടച്ച് ആവശ്യമായിട്ടുള്ള ജോലികൾ. അപ്പം എന്ത് തന്നെ ആയിരുന്നാലും ടെക്നോളജി ഈ ലോകത്തിനെ മാറ്റിമറിക്കുകയാണ്. സോ നിങ്ങളും എന്താണ്, ടെക്നോളജി പഠിച്ചിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. സോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട. പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് ഒരു പുതിയൊരു ഭാഷ പഠിക്കുന്നതായിട്ട് കൺസിഡർ ചെയ്താൽ മതി. എന്താണ് ഭാഷ? നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഭാഷ അല്ലേ. അപ്പോൾ കമ്പ്യൂട്ടറുമായിട്ട് അല്ലെങ്കിൽ മെഷീൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മെഷീനായിട്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സഹായത്തോടെ പ്രോഗ്രാംസുകളിലൂടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള പ്രോഗ്രാംസിലൂടെ മെഷീൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ലാംഗ്വേജിനെയാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് പഠിക്കാൻ എളുപ്പമുണ്ടാകും. അല്ലെങ്കിൽ നമ്മൾ തുടക്കത്തിൽ ഏത് ഭാഷ പഠിച്ചാലും, നിങ്ങളിപ്പോൾ ചൈനീസോ സ്പാനിഷോ ഹിന്ദിയോ അല്ലെങ്കിൽ തുടക്കകാലത്തിൽ ഇംഗ്ലീഷ് പഠിച്ചപ്പോഴോ എല്ലാം ബുദ്ധിമുട്ടായിരുന്നു അല്ലേ. പക്ഷെ അത് പഠിച്ചെടുക്കാൻ കുറച്ച് സമയമെടുക്കും. അത് തന്നെയാണ് ഇവിടെയും നമുക്ക് വേണ്ടത്. ക്ഷമയാണ് ആദ്യമായിട്ട് വേണ്ടത്. സോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുമ്പോൾ ഒട്ടനവധി പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് നിങ്ങളുടെ മനസ്സിൽ വരാം അല്ലേ. C++, .NET, ജാവ, പൈതൺ, അങ്ങനെ തുടങ്ങി ഒട്ടനവധി പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് നിങ്ങൾ മനസ്സിലാവും. അപ്പോൾ അതിൽ ഏത് പഠിക്കും എന്നുള്ളതാണ്. സോ നമുക്ക് ടെക്നോളജി കമ്പനീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 തരത്തിലുള്ള ടെക്നോളജി കമ്പനീസ് ഉണ്ട്. ഒന്ന് പ്രോഡക്റ്റ് കമ്പനീസും മറ്റൊരു സർവീസ് കമ്പനീസും. അപ്പോൾ പ്രോഡക്റ്റ് കമ്പനീസിനാണ് നിങ്ങൾ ജോലി നോക്കുന്നത്. പ്രോഡക്റ്റ് കമ്പനീസ് എന്ന് പറഞ്ഞാൽ എന്താ? മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ, അഡോബ്, ഫേസ്ബുക്ക് തുടങ്ങിയുള്ള കമ്പനീസിനാണ് നമ്മൾ പ്രോഡക്റ്റ് കമ്പനീസ് എന്ന് പറയുന്നത്. രണ്ടാമത്തേതെന്ന് പറയുമ്പോൾ സർവീസ് കമ്പനീസ്. സർവീസ് കമ്പനീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? TCS, Accenture, Infosys, Cognizant തുടങ്ങിയതാണ് സർവീസ് കമ്പനീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ 2 കമ്പനികളിലുള്ള പ്ലേസ്മെൻറ്റ് പ്രോസസ്സ് ഡിഫറെൻ്റ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നിങ്ങൾ പ്രോഡക്റ്റ് കമ്പനീസ് ആണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബേസിക്കലി C++ പഠിക്കാനാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അവിടെ മെജോറിറ്റിയും പ്രോഗ്രാമിംഗ് ലോജിക്സും ഡേറ്റാ സ്ട്രക്ചറും അങ്ങനെയുള്ള കൺസെപ്റ്റ്സ് ഒക്കെ ഒരുപാടായിട്ട് വേണ്ടി വരും. അല്ല നിങ്ങൾ സർവീസ് കമ്പനിയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ്, പൈതണോ ജാവയോ തുടങ്ങിയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് പഠിച്ചാൽ മതിയാവും. പൈതണാണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. കാരണം പൈതൺ അസ് ഫ്രഷ് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. അത് ഒരുപാട് കോഡിങ് കുറയ്ക്കാൻ കഴിയും എന്നുള്ളതാണ് പൈതൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ നമ്മൾ പഠിച്ചു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കണം എന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇനി എന്താണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ പഠിക്കേണ്ടത്? പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മൾ പഠിക്കേണ്ടത് ഇൻപുട്ട് ഔട്ട്പുട്ട് എങ്ങനെ ചെയ്യും, വേരിയബിൾസ് എന്ന കോൺസെപ്റ്റ് എന്താണ്, ഡേറ്റ ടൈപ്സ് എന്താണ്, കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണ്, ലൂപ്സ് എന്താണ്, ഇത്തരം കാര്യങ്ങളിലായിരിക്കണം നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതായത് ഡേറ്റ ടൈപ്സ്, വേരിയബിൾസ്, ഇൻപുട്ട് എങ്ങനെ ചെയ്യും, ഔട്ട്പുട്ട് എങ്ങനെ ചെയ്യും, ലൂപ്സ്, കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്, ഇത്രയും കൺസെപ്റ്റ്സിനായിരിക്കണം നിങ്ങൾ ഫസ്റ്റ് ഇയറിന് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്. സോ ഇത് പഠിക്കാനായിട്ട് നിങ്ങൾക്കൊരു 4-5 മാസം വരും. ദിവസം 1 മണിക്കൂർ ഇതിനു വേണ്ടി
ചിലവഴിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് സമയമില്ല എന്ന് പറയുന്നത് വെറും എക്സ്ക്യൂസ് മാത്രമാണ്. നിങ്ങൾക്ക് നോർമലി കേരളത്തിലെ കോളേജ് ടൈമിംഗ് എന്ന് പറയുന്നത് 9:30 to 4:30 വരെയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു 6:37 ആകുമ്പോൾ വീടെത്താൻ കഴിയും അല്ലേ. സോ നിങ്ങളെപ്പോൾ ഒരു ഈവനിങ് ഒരു 9:30 to 10:30 അല്ലെങ്കിൽ മോർണിംഗ് ഒരു നേരത്തെ 6 to 7 എന്തെങ്കിലും ഡെയിലി പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ ഒരു 4-5 മാസം കൊണ്ട് നിങ്ങൾക്ക് എന്താണ് പ്രോഗ്രാമിംഗ് മാക്സിമം 4 മാസം കൊണ്ട് അത്യാവശ്യം നല്ല എഫേർട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് 4 മാസം കൊണ്ട് ഇത്രയും പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ്സ് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ നിങ്ങൾക്ക് എക്സാമിൻ്റെ പ്രിപ്പറേഷൻ 2 മാസം സമയമുണ്ട്. പിന്നെ സെക്കൻഡ് സെമ്മിൽ വരുമ്പോൾ നിങ്ങൾ ഡേറ്റ സ്ട്രക്ചർ ആൻഡ് അൽഗോരിതംസ് ആണ് പഠിക്കേണ്ടത്. ഡേറ്റ സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ ആപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ, അത് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഗൂഗിൾ ഇതിലൊക്കെ ഒരുപാട് ഡേറ്റ ഇൻവോൾവ് ആവുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത്തരം ആപ്ലിക്കേഷൻസ് എങ്ങനെയാണ് ഡേറ്റ സ്ട്രക്ചർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഡേറ്റ സ്ട്രക്ചർ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഈ ഡേറ്റയെ സ്റ്റോർ ചെയ്തിട്ട് നമുക്കിത് റിട്രീവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ വാട്സപ്പിൽ നമുക്ക് എന്തെങ്കിലും സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ഡിഫറെൻറ്റ് അൽഗോരിതംസ് ആണ് ബാക്ക് എൻഡ് ആപ്ലിക്കേഷനിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിന് വേണ്ടി എന്ത് അൽഗോരിതംസ് യൂസ് ചെയ്യുന്നു അതാണ് അൽഗോരിതംസ് എന്ന് പറയുന്നത്. സോ ഡേറ്റ സ്ട്രക്ചറിന് അൽഗോരിതംസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മൾ എങ്ങനെ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നു, അതിനെ ഡിഫറെൻറ്റ് ഓപ്പറേഷനിലൂടെ എങ്ങനെ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അൽഗോരിതംസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമുക്ക് അറേ, ലിസ്റ്റ്, ക്യൂസ്, ട്രേസ്, ഗ്രാഫ്സ് എന്നിങ്ങനെയുള്ള ഡേറ്റ സ്ട്രക്ചേഴ്സ് ആയിരിക്കണം നിങ്ങൾക്ക് പഠിക്കേണ്ടത്. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പ്ലേസ്മെൻറ്റ് പ്രിപ്പറേഷൻ കഴിഞ്ഞു. നിങ്ങൾക്ക് ആദ്യം പ്രോഗ്രാമിൻ്റെ കോൺസെപ്റ്റ്സ് പഠിക്കാനായിട്ട് 1 to 4 months എടുക്കാം. പിന്നെ ഒരു 2 months ഗ്യാപ്പ് എടുത്തുകൊണ്ട് പിന്നെ 7th month തൊട്ട് 10th month വരെ നിങ്ങൾക്ക് എന്താണ് അടുത്ത ഡേറ്റ സ്ട്രക്ചറിൽ ഈസി ആയിട്ട് ആപ്ലിക്കേഷൻ ബേസ്ഡ് പ്രോഗ്രാംസ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. സോ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ്മെൻറ്റിൻ്റെ ബാക്കിയുള്ള 90% കാൻഡിഡേറ്റ്സിനെ അല്ലെങ്കിൽ സ്റ്റുഡൻസിനെ കാട്ടി ഒരു ഹെഡായെന്ന് നിങ്ങൾക്ക് തന്നെ ഉറപ്പിക്കാൻ കഴിയും. ഇനി രണ്ടാമതായിട്ട് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജ് അക്കാഡമിക്സിനെ കുറിച്ചാണ്. നമ്മൾ പ്ലേസ്മെൻറ്റ് പ്രിപ്പറേഷൻ കഴിഞ്ഞു അടുത്ത കോളേജിൽ അക്കാഡമിക്സ് എങ്ങനെ നമ്മൾ കാണണം എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ കോളേജ് കയറുന്ന വലിയ പ്രതീക്ഷയോടെ ആയിരിക്കും അല്ലേ, നമുക്ക് കോളേജിൽ ഒരുപാട് പുതിയ ഫ്രണ്ട്സ് ഉണ്ടാവും, നമുക്ക് കോളേജ് അടിച്ചു പൊളിക്കാൻ പറ്റും, കോളേജിൽ ക്ലാസ്സിൽ കയറേണ്ട എന്നുള്ള ഒരു ധാരണയിലേക്കായിരിക്കും നമ്മൾ കോളേജിൽ എത്തുന്നത്. അതെ, ഇപ്പോൾ കോളേജ് എന്ന് പറയുന്നൊരു പുതിയ ലോകമാണ്, നിങ്ങൾക്ക് നല്ല ഫ്രീഡം കിട്ടും ഇൻ കമ്പയർഡ് വിത്ത് സ്കൂൾ. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കോളേജിൽ നിങ്ങൾ ഫുൾ ടൈം ക്ലാസ്സിൽ കയറണമെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് നിങ്ങൾ എല്ലാ കോളേജിനും അതിൻ്റേതായ രീതിയിലുള്ള ഒരു അറ്റൻഡൻസ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ട്. സോ ആ അറ്റൻഡൻസ് എന്തായിരുന്നാലും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് എല്ലാ നല്ല കമ്പനികളിലും മിനിമം 6.5 എങ്കിലും CGPA മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ട്. സോ അത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. അതിനായിട്ട് ഓരോന്നും ചെയ്യേണ്ട. കോളേജിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു 4th month ഒരു 6th month ആയിരിക്കും നോർമലി അല്ലാതെ ഫസ്റ്റ് സെമ്മിൻ്റെ എക്സാം എന്ന് പറയുന്നത്. സോ ആ 2 മാസം ആ 45 ദിവസം നിങ്ങൾ എക്സാമിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുക. എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത് നിങ്ങൾ ക്ലാസ്സിൽ കയറിയില്ല, നോട്ട്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ക്ലാസ്സിൽ നല്ല നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതിന് കുട്ടിയുടെ ആ നോട്ട് കളക്കുക, അല്ലെങ്കിൽ ടീച്ചറിൻ്റെ നിന്ന് തന്നെ എന്താ കൈയും കാലും പിടിച്ചൊക്കെ ആ നോട്ട്സിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക. എന്നിട്ട് അത് നോക്കി പഠിക്കുക. ഒരു 45 days കൊണ്ട് വെൽ പ്ലാൻഡ് ആയിട്ടുള്ള സ്കെഡ്യൂൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു 6.5 GPA എന്തെങ്കിലും അതിൽ സ്കോർ ചെയ്യാൻ കഴിയും. സോ മൂന്നാമതായിട്ട് നിങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ ചെയ്യണം എന്നുള്ളതാണ്. നമുക്ക് കോളേജ് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്കൊരു ജോലി എന്നുള്ള ഒരു ചിന്താഗതി ആയിരിക്കും മനസ്സിൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരെയധികം ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് സോഷ്യലി ഒരു ഹ്യൂമൻ ബീങ് നമ്മളൊരു അഡോളസെൻ്റ് ഏജിൽ അല്ലെങ്കിൽ ടീനേജിലൊക്കെ ആയിരിക്കും നമുക്കപ്പോൾ സോഷ്യലി ഒരു നമ്മൾ ആൾക്കാർക്ക് ഇടപഴകാനൊക്കെ പഠിച്ചിരിക്കണം. അത് നമുക്ക് കോളേജ് തരുന്ന ഒരു എക്സ്പോഷറാണ്. അതുവഴി നമ്മുടെ സൊസൈറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലോക്കാലിറ്റിയിലുള്ള അല്ലെങ്കിൽ കോളേജിലുള്ള ക്ലബിലൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്യുക. ദെൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് സൺഡേ എന്തെങ്കിലും ഒരു മൂവി കാണുക, വെബ് സീരീസ് കാണുക, ഇംഗ്ലീഷ് ആയിട്ടുള്ള മൂവി വെബ് സീരീസ് എന്തോ കാണാൻ ശ്രമിക്കുക. അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു വർഷത്തോളം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ അറിയാൻ നിങ്ങൾ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആയി. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഫസ്റ്റ് ഇയറിൻ്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞ് നിങ്ങൾ കോളേജ് നല്ല രീതിയിൽ എൻജോയ് ചെയ്യുമെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ അക്കാഡമിക്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയും. സോ ഇതിനൊക്കെ ഡെയിലി 1-1.5 മണിക്കൂർ മാറ്റി വെക്കണം എന്നേ ഉള്ളൂ. അതത്ര ബുദ്ധിമുട്ടായ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.